Welcome to English Easy English. This is 9th episode. Today is our discussion do, does and did. Do, does, did എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തലകറങ്ങും. കാരണം പണ്ട് കുട്ടികളെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച പോലെ നമ്മളെ ഡു, ഡസ്, ഡിഡ് ഇവ പറഞ്ഞ് പേടിപ്പിച്ചു. ഒരു 5 മിനിറ്റ് കൊണ്ട് തീരാവുന്ന കാര്യമാണ്. നമ്മൾ ദിവസങ്ങളോളം പഠിച്ചു, എന്നിട്ടും മനസ്സിലായില്ല. ഇതിൽ അത്രയ്ക്ക് പ്രയാസമുള്ള ഒരു കാര്യവുമില്ല. നമുക്ക് തുടങ്ങാം. എന്തിനാണ് ഈ ഡു, ഡസ്, ഡിഡ് ഇവ ഉപയോഗിക്കുന്നത്? നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുമാണ് ഡു, ഡസ്, ഡിഡ് ഇവ ഉപയോഗിക്കുന്നത്. പ്രസന്റ് ടെൻസിൽ ഐ, വി, യു, ദേ പ്ലൂറൽ നൗൺ ഇവ വന്നാൽ ഡു വരും. ഹി, ഷീ, ഇറ്റ് സിംഗുലർ നൗൺ ഇവ വന്നാൽ ഡസ് വരും. പാസ്റ്റ് ടെൻസിൽ ഏത് സബ്ജക്റ്റ് വന്നാലും ഡിഡ് ഉപയോഗിച്ചാൽ മതി. ഇനി പ്രസന്റ് ടെൻസിൽ ഒരു നെഗറ്റീവ് സെന്റൻസ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പക്ഷെ അതിന് ഒരു പോസിറ്റീവ് സെന്റൻസ് വേണം. അപ്പോൾ ഒരു പോസിറ്റീവ് സെന്റൻസ് പറയാം. ദേ ലൈക്ക് ഹെർ, അവർ അവളെ ഇഷ്ടപ്പെടുന്നു. ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഹെൽപ്പിംഗ് വെർബിനോട് നോട്ട് ചേർക്കുക. ഇതാണ് റൂൾ. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല. ലൈക്ക് എന്നുള്ള ഒരു മെയിൻ വെർബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഹെൽപ്പിംഗ് വെർബ് നമ്മൾ ചേർക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു, സിംഗിൾ ആണെങ്കിൽ ഡസ് ഇത് ചേർത്താൽ മതി. ഇനി സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. ദേ ഡു നോട്ട് ലൈക്ക് ഹെർ, അവർ അവളെ ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി സിംഗിൾ സബ്ജക്റ്റ് വരുന്ന ഒരു സെന്റൻസ് നോക്കാം. ഹി പ്ലേസ് ചെസ്, അവൻ ചെസ് കളിക്കുന്നു. സബ്ജക്റ്റ് സിംഗിൾ ആണെങ്കിൽ ഡസ് ഉപയോഗിക്കുക. ഹി ഡസിൻ പ്ലേ ചെസ്, അവൻ ചെസ് കളിക്കുന്നില്ല. ഡസിൽ എസ് വന്നതുകൊണ്ട് പ്ലേസിന്റെ എസിനെ നമുക്കങ്ങ് ഒഴിവാക്കാം. ഒരു 3 സെന്റൻസ് കൂടി പറയാം. അതൊന്ന് നെഗറ്റീവ് ആക്കി നോക്കണം. ഷീ റൈറ്റ്സ് എ ലെറ്റർ, അവൾ ഒരു ലെറ്റർ എഴുതുന്നു. ഷീ ഡസിൻ റൈറ്റ് എ ലെറ്റർ, അവൾ ഒരു ലെറ്റർ എഴുതുന്നില്ല. ഹി ഗോസ് ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകുന്നു. ഹി ഡസിൻ ഗോ ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകുന്നില്ല. ദേ ഗോ ടു സ്കൂൾ, അവർ സ്കൂളിൽ പോകുന്നു. ദേ ഡു നോട്ട് ഗോ ടു സ്കൂൾ, അവർ സ്കൂളിൽ പോകുന്നില്ല. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യം നോട്ട് ചെയ്യണം. ഒന്ന്, ഡസ് അല്ലെങ്കിൽ ഡു ഇത് കഴിഞ്ഞ് വെർബിന്റെ ബേസ് ഫോം മാത്രമേ വരൂ. രണ്ടാമത്തത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ വെർബുകളും ബേസ് ഫോം ആണ്. അതായത് റൈറ്റ്, ഗോ, പ്ലേ ഇങ്ങനെ പറയുന്ന എല്ലാ വെർബും. ഈ വെർബുകൾ സാധാരണ പ്ലൂറൽ ആയിട്ടാണ് ഇംഗ്ലീഷിൽ കണക്കാക്കുന്നത്. ഇതിനെ സിംഗിൾ ആക്കാൻ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്താൽ മതി. അടുത്ത പാർട്ട് ക്വസ്റ്റ്യൻസ്. വീണ്ടും നമുക്ക് ആദ്യത്തെ സെന്റൻസിലേക്ക് തന്നെ തിരിച്ചു വരാം. ദേ ലൈക്ക് ഹെർ, ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് സെന്റൻസിന് മുന്നിൽ ഒരു ഡു ചേർത്താൽ മാത്രം മതി. ഡു ദേ ലൈക്ക് ഹെർ, അവർ അവളെ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നോ. വി പ്ലേ ചെസ്, നമ്മൾ ചെസ് കളിക്കുന്നു. ഡു വി പ്ലേ ചെസ്, നമ്മൾ ചെസ് കളിക്കുമോ, നമ്മൾ ചെസ് കളിക്കുന്നോ. ഇങ്ങനെ 2 രീതിയിലും മീനിങ് വരാം. ഇനി സിംഗുലർ സബ്ജക്റ്റ്. ഹി ലൈക്സ് ഹെർ, അവൻ അവളെ ഇഷ്ടപ്പെടുന്നു. സിംഗിൾ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഡസ് ഉപയോഗിക്കണം. ഡസ് ഹി ലൈക്ക് ഹെർ, അവൻ അവളെ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നോ. ഈ ക്വസ്റ്റ്യന്റെ ബേസിക് സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഡു അല്ലെങ്കിൽ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വെർബ് ഇൻ ബേസ് ഫോം പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെന്റൻസ്. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഇല്ലേ എന്ന് ചോദിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ പറയാം. ഡു ദേ ലൈക്ക് ഹെർ, അവർ അവളെ ഇഷ്ടപ്പെടുമോ. ഇതിനെ നെഗറ്റീവ് ആക്കാൻ മെയിൻ വെർബിന് മുമ്പ് നോട്ട് ചേർക്കുക. ഡു ദേ നോട്ട് ലൈക്ക് ഹെർ, അവർ അവളെ ഇഷ്ടപ്പെടുന്നില്ലേ. ഇനി വേറൊന്ന്, ഡസ് ഹി നോട്ട് പ്ലേ ചെസ്, അവൻ ചെസ് കളിക്കുന്നില്ലേ. ഈ നോട്ടിനെ തന്നെ ഡുവിനോടും ഡസിനോടും ചേർത്തും ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ഡു നോട്ട് എന്ന് പറയുന്നത് ഡോണ്ട് എന്ന് ഉപയോഗിക്കുക. ഡസ് നോട്ട് എന്ന് പറയുന്നത് ഡസിൻറ്റ് എന്ന് പറയുക. ഡോണ്ട് ദേ ലൈക്ക് ഹെർ, അവർ അവളെ ഇഷ്ടപ്പെടുന്നില്ലേ. ഡസൻ ഹി പ്ലേ ചെസ്, അവൻ ചെസ് കളിക്കുന്നില്ലേ. ഇങ്ങനെയാണ് ഇതിന്റെ പ്രയോഗങ്ങൾ വരുന്നത്. ഇതെല്ലാം ഇപ്പൊ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കാം. ഇനി ഡിഡ്. പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻ ചോദിക്കാനും ഇതിന് രണ്ടിനുമാണ് ഡിഡ് ഉപയോഗിക്കുന്നത്. വീണ്ടും നമുക്ക് ആദ്യത്തെ സെന്റൻസ് വഴി ഇവിടെ എത്താം. ദേ ലൈക്ക് ഹെർ, അവർ അവളെ ഇഷ്ടപ്പെടുന്നു. ഇതിന്റെ പാസ്റ്റ് ദേ ലൈക്ക്ഡ് ഹെർ, അവർ അവളെ ഇഷ്ടപ്പെട്ടു. ഈ സെന്റൻസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ മെയിൻ വെർബിന് മുമ്പിൽ ഡിഡും നോട്ടും ചേർക്കുക. ദേ ഡിഡ് നോട്ട് ലൈക്ക് ഹെർ,
അവർ അവളെ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ 2-3 സെന്റൻസ് നോക്കാം. ഹി പ്ലേഡ് ചെസ്. അവൻ ചെസ് കളിച്ചു. നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും ഹി ഡിഡ് നോട്ട് പ്ലേ ചെസ്. അവൻ ചെസ് കളിച്ചില്ല. ഹി റാൻ ഫാസ്റ്റ്. അവൻ വേഗത്തിൽ ഓടി. ഹി ഡിഡ് നോട്ട് റൺ ഫാസ്റ്റ്. അവൻ വേഗത്തിൽ ഓടിയില്ല. ഇവിടെ എങ്ങനെ റൺ ആയെന്നൊരു സംശയം വരാം. റാനിന്റെ ബേസ് ഫോം ആണ് റൺ. ഇനി ക്വസ്റ്റ്യൻസ്. വീണ്ടും പാസ്റ്റ് സെന്റൻസിലേക്ക് വരാം. ദേ ലൈക്ഡ് ഹെർ. അവർ അവളെ ഇഷ്ടപ്പെട്ടു. ക്വസ്റ്റ്യൻ, ഡിഡ് ദേ ലൈക്ക് ഹെർ? അവർ അവളെ ഇഷ്ടപ്പെട്ടോ? ഹി പ്ലേഡ് ചെസ്. ഡിഡ് ഹി പ്ലേ ചെസ്? അവൻ ചെസ് കളിച്ചോ? ഡു അല്ലെങ്കിൽ ഡസ് പിന്നെ ഡിഡ്. ഇത് ഏത് കഴിഞ്ഞാലും വെർബിന്റെ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. ഇപ്പോൾ ഇതിന്റെ സാധാരണ ഉപയോഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. I am stopping. Thank you for clicking. Don't forget to subscribe. A short break. Goodbye.